ഹലോ എവരിവൺ, എല്ലാവർക്കും ഷിജ്ലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ലോഗാണ്. ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടം മാംഗോ ചീസ് കേക്കാണ്. ഞാനതാണ് തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചീസ് കേക്ക് അല്ലേ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ തലേദിവസം തന്നെ കേക്ക് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിനുശേഷം രാവിലെ എടുത്തിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ തലേദിവസം എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അതിൻ്റെ ബേസിന് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റാണ്. ഏത് തരം ബിസ്ക്കറ്റാണെങ്കിലും യൂസ് ചെയ്യാം. അധികം മധുരമില്ലാത്തതായിരിക്കും ഏറ്റവും നല്ലത്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക, നന്നായിട്ട് തന്നെ പൊടിച്ചിട്ടെടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട്, മെൽറ്റഡ് ബട്ടറാണ്, അതുകൊണ്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കത് കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഏറ്റവും ബേസായിട്ട് ഒരു ബട്ടർ പേപ്പർ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ബിസ്ക്കറ്റും ബട്ടറും കൂടെയുള്ള മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഈക്വലായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബേസ് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ സെറ്റാവും. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഏത് ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും പൾപ്പ്, അതായത് അരിച്ചെടുക്കേണ്ട ഫ്രൂട്ട്സിൻ്റെ ചെറിയ കഷ്ണങ്ങളോടുകൂടി തന്നെ ഉള്ളത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് മാംഗോ ചീസ് കേക്ക് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ചീസിനകത്ത് മാംഗോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും മുകളിലും മാംഗോയുടെ ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബേസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഗ്രേപ്സിൻ്റെ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രേപ്സും പിന്നെ കുറച്ച് ബ്ലാക്ക് ബെറിയും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട്, അരിച്ചൊന്നും എടുത്തില്ല, അതിൻ്റെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതോടുകൂടി തന്നെയുള്ള പൾപ്പാണ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ചീസ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫോർക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് ക്രീം ചീസാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അത് നന്നായിട്ട് തന്നെ ഒന്ന് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. മെൽറ്റഡ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അതിന് പകരമായിട്ട് പൗഡേർഡ് ഷുഗർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 കപ്പ് വിപ്ഡ് ക്രീമാണ്. അതായത് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തിട്ടെടുത്തതാണ്. അപ്പം ആ 2 കപ്പ് വിപ്ഡ് ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഈ മിക്സ് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോയുടെ പീസസ് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് വെക്കണം. ഞാനിപ്പം ബർത്ത്ഡേയുടെ തലേദിവസം കേക്ക് റെഡിയാക്കിയിട്ട് അത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അതൊരു ക്ലീൻ ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് ബാക്കിയുള്ള ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതിനായിട്ട് ഗ്ലേസിങ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം മാംഗോയുടെ പൾപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ നല്ല ഇത്തിരി മധുരം, ഏറ്റവും മേളിലുള്ള ബേസിന് നല്ല മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ലപോലെ മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതൊരു മിക്സിയുടെ ജാറിലേക്ക് അപ്പം മാങ്ങയും 1 കപ്പ് മാങ്ങയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. ഇപ്പം നല്ല മാങ്ങയ്ക്ക് നല്ല കളറുള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നല്ല കളറുള്ള മാങ്ങയുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ മാംഗോയുടെ പൾപ്പ് ഒന്ന് ഗ്ലേസിങ് പോലെ ആക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ അതൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചെറിയ മാങ്ങ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ അരിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കഷ്ണങ്ങൾ ചെറുതായിട്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചായയുടെ അരിപ്പയിലൂടെ അതെല്ലാം ഒന്ന് അരിച്ചിട്ടെടുക്കുമ്പം കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗ്ലേസിങ് കിട്ടും. നമ്മുടെ മാംഗോയുടെ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോയുടെ പൾപ്പിന് കുറച്ചും കൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജലാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ജലാറ്റിൻ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ചൂടുള്ള വെള്ളത്തിലേക്ക് ജലാറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ജലാറ്റിൻ മെൽറ്റായിട്ട് തുടങ്ങും. അതല്ല, നന്നായിട്ട് മെൽറ്റായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, നല്ലപോലെ ചൂടുള്ള ഒരു വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ ബൗൾ അതിൻ്റെ മുകളിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി.
നേരിട്ട് വെച്ച് ചൂടാക്കണ്ട, ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പം നമ്മുടെ ജലാറ്റിൻ നന്നായിട്ട് മിക്സായി കിട്ടും. ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് ജലാറ്റിൻ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1-2 തുള്ളി മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാംഗോയുടെ പൾപ്പിലേക്ക് ഈ മിശ്രിതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനായിട്ടുള്ള മാംഗോ ഗ്ലേസിങ് ഇവിടെ റെഡിയായി. ചീസ് കേക്ക് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മാംഗോ ഗ്ലേസിങ് കൂടെ ഒഴിച്ചിട്ട് 1 മണിക്കൂറും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. മാംഗോയുടെ ഗ്ലേസിങ് എല്ലായിടത്തേക്കും ഒരേപോലെ ആവുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ക്ലിൻ ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് 1 മണിക്കൂറും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പം കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മാംഗോയുടെ പീസസും പിന്നെ മിനി ലീവ്സും ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മാംഗോ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഒരു ക്രീമി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് തന്നെ. പിന്നെ ഏത് ഫ്രൂട്ട്സാണോ ഇഷ്ടം അതൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇനി നമുക്ക് ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാം. Thank you. Happy birthday to you. Happy birthday to you. പിന്നെ ഞാനൊരു ഗിഫ്റ്റും വാങ്ങിയിരുന്നു. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് വാങ്ങിയത്. അപ്പം ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അത് മോൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. JBLൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് വാങ്ങിച്ചത്. നൂണിന്നാണ് വാങ്ങിയത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വേണമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. നടക്കാനൊക്കെ പോകുമ്പോൾ ജോഗിങ്ങിനൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാനായിട്ട് എളുപ്പം ഇതുപോലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങാമെന്ന് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.